ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതെന്ന് പറയുന്നത് എൻ്റെ ഒരു സിമ്പിൾ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. വട്ടയപ്പം ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കാറുണ്ടോ? അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടും അങ്ങനെ ഉണ്ടാക്കി നോക്കിയത്. ഇത് നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു കപ്പിന് 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ അരി വെള്ളത്തിൽ കഴുകിയിടാൻ മറന്നുപോയായിരുന്നു. അപ്പം ഞാൻ ഒരു 4 മണി 5 മണിക്ക് എപ്പോഴും ഓർത്തത് കേട്ടോ. അപ്പം ഞാൻ കഴുകി വരി അത് ജസ്റ്റ് ഗ്യാസ് വെച്ചും ചൂടാക്കി കേട്ടോ. എന്നിട്ട് ഞാനൊരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ അരച്ചത് കേട്ടോ. അപ്പോൾ ഒന്ന് പകുതി അരച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിനകത്തേക്ക് ബാക്കി തേങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. തേങ്ങയും ഏലക്കയും എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. അതിനകത്തേക്ക് 1 കപ്പ് അതൊരു ബൗള് ചോറ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഞാൻ മിക്സ് ചെയ്ത് അരച്ചേക്കാം. മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു കലത്തിലേക്ക് ഒഴിച്ച് വെച്ചു. ഇനി അതിനകത്തേക്ക് പിന്നെ നമ്മുടെ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നു കേട്ടോ. സോഡാപ്പൊടിയും പിന്നെ ഇട്ട് കൊടുത്തത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാവ് പൊങ്ങാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ രാവിലെ എങ്ങനെ തൂക്കിപ്പോയാലും പേടിച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഇടികല്ലൊക്കെ വെച്ചിട്ടാണ് കിടന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പൊങ്ങി നോക്കട്ടെ. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനകത്തേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊഞ്ഞിടാം. അപ്പം നമ്മൾ ഇഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് ഇനി അതിനകത്തേക്ക് ഞാൻ അതിന് പാകത്തിനുള്ളൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് നെയ്യ് തേച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ നെയ്യൊക്കെ തേച്ച് കൊടുത്ത് പാത്രം ചൂടായി തുടങ്ങി. ഇനി ഇതിനകത്തേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. രാവിലെ ആ കിളികളുടെ ഒക്കെ സൗണ്ടൊക്കെ എന്ത് രസമാണ് അല്ലേ. ഒരു പ്രത്യേക രസം അത് കേൾക്കാനായിട്ട്. ഒരു കാതിനൊക്കെ ഒരു കുളിർമയാണ്. അപ്പോൾ ഒരു സൈഡിൽ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടേ. കൊച്ചിന് സ്കൂളിൽ പോകണം, ചേട്ടായിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പം രാവിലെ തന്നെ ചേട്ടായിക്ക് 8 ഒക്കെ ആകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകണം, കൊച്ചിന് 8 പോകണം. രാവിലെ വട്ടയപ്പം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വട്ടയപ്പം ഉണ്ടാക്കുന്നത്. അപ്പം അവൾക്ക് സ്കൂളിൽ എന്ത് പരിപാടിക്ക് കൊണ്ടുപോയി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കിച്ചണിൽ കൗണ്ടർ ടോപ്പ് വളരെ ചെറുതാണ് കേട്ടോ. കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചേക്കണത് കേട്ടോ. അപ്പം അടപ്പേരുന്ന് വേവുന്നുണ്ട്. അപ്പത്തിന് ആവിയൊക്കെ വന്നു. ഇത് അപ്പോൾ റെഡി ആയിട്ടുണ്ടേ. അങ്ങനെ ഒരപ്പം പ്ലേറ്റിൽ പുഴുങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റിക്ക് ഇഡലി തട്ടിൽ ഒഴിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാകുമ്പോൾ കഴിക്കാനും എളുപ്പമാണ്, ഒരു രസം അങ്ങനെ തോന്നി കേട്ടോ. അങ്ങനെ ഇഡലി തട്ടിലും ആവിയൊക്കെ വന്ന്. അപ്പം അതിനകത്തേക്ക് ഞാൻ ഇത്തിരി നെയ്മയം ചേർക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ചേർക്കുന്നുണ്ട് ചെറിയ മയത്തിൽ. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എൻ്റെ മോൾക്കാണെങ്കിൽ വട്ടയപ്പം പ്ലേറ്റിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ട് കൂടുതൽ ഇഷ്ടം ഇതുപോലെ ഇഡലിയായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അവൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറയുന്നത്. അവൾക്കത് ഇഷ്ടം. എൻ്റെ ചേട്ടയ്ക്കും ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഇഷ്ടമെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ കഴിക്കും, അത്രയേ ഉള്ളൂ. അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടമില്ല. പിന്നെ ശർക്കര ഒഴിച്ചതാണെങ്കിൽ എനിക്കിഷ്ടം. പഞ്ചസാര ഒഴിച്ചുണ്ടാക്കുന്നത് അവിടെ എത്ര വലിയ താല്പര്യമില്ല. ഇതൊക്കെ ഞാൻ കൊച്ചിനോട് പറഞ്ഞു കേട്ടോ. കുഞ്ഞ് എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അവനോട് ഞാൻ ചോദിക്കുന്നതാണ്, പാപ്പി വേണം ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വട്ടയപ്പം ഇഡലിയുടെ രൂപത്തിലും പ്ലേറ്റിൽ വട്ടത്തിലാണെങ്കിലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം കൊണ്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ അപ്പം തണുപ്പ് മാറാൻ വെച്ചിരുന്നതാണ്. അപ്പം നമ്മൾ തലയിൽ വരുമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.